പ്രതിരോധമല്ല, യുദ്ധമാവാമെന്നാണ് US പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാട്. അതിൻ്റെ ആദ്യപടിയായി അമേരിക്കയുടെ പ്രതിരോധ വിഭാഗത്തിൻ്റെ ആസ്ഥാനമായ പെൻറ്റഗണിൻ്റെ പേര് മാറ്റാൻ ഒരുങ്ങുകയാണ് ട്രംപ്. പെൻറ്റഗൺ എന്ന പേര് മാറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ അഥവാ യുദ്ധവിഭാഗം എന്ന പേരാകും ഇനി പെൻറ്റഗൺ സ്വീകരിക്കുക. പേരുമാറ്റത്തിന് അനുമതി നൽകാൻ ഒരുങ്ങുകയാണ് ട്രംപ്. അതിലൊരു പ്രശ്നമുണ്ട്. പേരുമാറ്റം US കോൺഗ്രസ് ചേരാതെയാണ്. എന്നുവെച്ചാൽ ട്രംപിൻ്റെ സ്വന്തം തീരുമാനമെന്നർത്ഥം. അമേരിക്കയുടെ മറ്റ് ഔദ്യോഗിക വിഭാഗങ്ങൾ പെൻറ്റഗണിനെ ഇനി യുദ്ധവിഭാഗം എന്നായിരിക്കും അഭിസംബോധന ചെയ്യുക. പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെത്ത് സെക്രട്ടറി ഓഫ് വാർ എന്നായിരിക്കും അറിയപ്പെടുക. ഡൊണാൾഡ് ട്രംപും പീറ്റ് ഹെഗ്സെത്തും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പെൻറ്റഗണിൻ്റെ പേര് മാറ്റാൻ പരസ്യമായി തന്നെ ശ്രമിക്കുകയാണ്. സ്ഥിരമായി യുദ്ധവിഭാഗം എന്ന പേര് സ്വീകരിക്കാൻ വേണ്ട നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഹെഗ്സെത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപ്. യുദ്ധവിഭാഗം എന്ന പേര് മാറ്റുന്നതിന് കോൺഗ്രസിൻ്റെ അനുമതി തേടുക ഔപചാരികത മാത്രമാണെന്നാണ് ട്രംപ് പറയുന്നത്. ഞങ്ങളത് ചെയ്യാൻ പോകുന്നു, കോൺഗ്രസ് അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ട്രംപ് പറഞ്ഞു. 1ഉം 2ഉം ലോകമഹായുദ്ധവേളയിൽ അമേരിക്കയ്ക്ക് യുദ്ധവിഭാഗമായിരുന്നുവെന്നും യുദ്ധവിഭാഗത്തിൻ്റെ കീഴിൽ അവിശ്വസനീയമായ ചരിത്രമായിരുന്നു US-നുണ്ടായിരുന്നതെന്നുമാണ് ട്രംപ് സർക്കാർ വാദിക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കയ്യേറ്റങ്ങൾ എന്നിവ അവസാനിപ്പിച്ചു എന്ന വാദം ഉയർത്തുകയും ട്രംപ് ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ താൻ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം അർഹിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പുതിയ നീക്കം ട്രംപിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ഗസ സിറ്റിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. സ്ഥിതി അത്യധികം ആപൽക്കരമെന്നാണ് UN നൽകുന്ന മുന്നറിയിപ്പ്. ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചു. ഗസ സിറ്റി പിടിച്ചെടുക്കാൻ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിരപ്പാക്കാനാണ് നീക്കം. ഗസ സിറ്റിയിലെ 16 നില കെട്ടിടത്തിൽ നിന്ന് താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു. ഗാസയിൽ നരകവാതിൽ തുറന്നിരിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒഴിയാനുള്ള ഭീഷണി എത്തിയത്. സ്ഥിതി അങ്ങേയറ്റം ആപത്കരമാണെന്ന് വിവിധ UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഉടൻ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ദാരുണമായ സംഭവങ്ങൾക്കായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുകയെന്നും ലോകാരോഗ്യ സംഘടന താക്കീത് നൽകി. ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് വിഭാഗം ബന്ധുക്കളെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടികൾ ഉൾപ്പെടെ 59 പേരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. ഭക്ഷണത്തിന് വരുന്ന 15 പേരും കൊല്ലപ്പെട്ടിരുന്നു.